തദ്ദേശ തെരഞ്ഞെടുപ്പ് നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലാണെങ്കിൽ യു.ഡി.എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അതിശക്തമായ മുന്നേറ്റമാണ് കാണുന്നത്. കോർപ്പറേഷനുകളിലടക്കം ഒട്ടനവധി സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ ഞെട്ടിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ്. ഭരണം പിടിക്കാൻ കച്ചകെട്ടിയിരിക്കുന്ന CPM-ഉം BJP-യും അന്തം വിട്ടു നിൽക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ കൊല്ലം കോർപ്പറേഷനിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് മുൻ MLA KS ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയാകുമ്പോൾ കൊല്ലത്ത് AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. കൊച്ചിയിൽ ഷൈനി മാത്യുവിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ കോർപ്പറേഷനുകളിൽ കോൺഗ്രസിൻ്റെ ആദ്യ മുന്നേറ്റമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലും ഒട്ടും കുറവല്ല. അതിനിടെയാണ് ചില സർവേകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്തുകളെക്കാളും സർവേയിൽ പ്രതിപാദിക്കുന്നതും കോർപ്പറേഷനുകളെ തന്നെയാണ്. കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി കാണുന്നത്. നിലവിൽ ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 5ഉം ഭരിക്കുന്നത് LDF ആണ്. എന്നാൽ ഇത്തവണ വലിയ മുന്നേറ്റം UDF നടത്തും എന്നാണ് പുറത്തു വന്നിരിക്കുന്ന സർവേകൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൻ്റെ പട്ടികയിൽ ഇപ്പോൾ കണ്ണൂർ മാത്രമാണ് കയ്യിലുള്ള കോർപ്പറേഷൻ. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അനുകൂല തരംഗം ഉണ്ടാകുമെന്നാണ് പുറത്തു വന്ന വിവിധ സർവേകൾ വ്യക്തമാക്കുന്നത്. സർവേ പറയുന്നത് പ്രകാരം ഒരു വർഷം മുൻപ് കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അധികമായി ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതായിട്ടാണ് സർവേ വ്യക്തമാക്കുന്നത്. അതുപ്രകാരം നഗരങ്ങളിൽ വലിയ തിരിച്ചടി LDFന് നേരിടേണ്ടി വരുമെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ സർവേയും കോർപ്പറേഷനുകളുടെ ഭരണമാറ്റമാണ് കൂടുതലായും കണ്ടെത്തിയിരിക്കുന്നത്. അതുപ്രകാരം കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ കൊച്ചി, തൃശ്ശൂർ കോർപ്പറേഷനുകൾ UDF തിരിച്ചു പിടിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. സർവേയിൽ UDFന് മറ്റൊരു പ്രതീക്ഷ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഇപ്പോൾ 3ാം സ്ഥാനത്താണ് അവിടെയെങ്കിലും വലിയൊരു മാറ്റത്തിനൊരുങ്ങുകയാണ് തലസ്ഥാന നഗരമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിഭാഗീയത മാറ്റിവെച്ച് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. അങ്ങനെ ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 3 ഭരണം പിടിക്കാമെന്നും തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാമെന്നും UDFനോട് സർവേ പറയുമ്പോൾ ഇതിലും നല്ല തുടക്കം UDFന് കിട്ടാനില്ല. അതുപോലെ തന്നെ ഗ്രാമങ്ങൾ നോക്കിയാൽ മലബാറിൽ UDF അനുകൂല തരംഗം മാഞ്ഞടിക്കുമെന്നാണ് സർവേ പറയുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ആദ്യം തന്നെ പ്രതീക്ഷ നൽകുകയാണ്. അത് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുക എന്നതാണ് നേതൃത്വത്തിന് ഇനിയുള്ള ജോലി.